പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മുടെ കഥ പറഞ്ഞു വെച്ചത് ഓർമ്മയുണ്ടാവില്ലേ? ഹബീബായ മുത്തു മുഹമ്മദ് നബിയുടെയും അവിടുത്തെ മരുമകനായ അലിയുടെയും തലയെടുക്കുവാൻ വേണ്ടി 10,000 പളവളക്കുന്ന പട്ടുവസ്ത്രങ്ങളും ഖജനാവിന്റെ താക്കോലും പ്രധാനമന്ത്രി സ്ഥാനവും നൽകാമെന്ന് പറഞ്ഞ് അജാസിന് തന്റെ കുതിരപ്പുറത്ത് കയറി മദീനയുടെയും അതുപോലെ തന്നെ പർവ്വതങ്ങളും കുന്നുകളും താണ്ടി കടന്നുകൊണ്ട് എന്റെ കുതിരയുടെ കടിഞ്ഞാണ്ട് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ മദീനയിലെത്തുകയും പ്രവാചകന്റെ തലയെടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് തന്റെ കയ്യിൽ നിന്നും ആ ഘടകം താഴേക്ക് വീഴുകയും രക്ഷപ്പെടാൻ വേണ്ടി കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് ഖൈബറിലേക്ക് ഓടുമ്പോൾ അർശിയുടെ പുലി എലിയാർത്തകള് വെടിച്ചു കൊണ്ടുവരികയും പരിശുദ്ധ റസൂൽ തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ അവസാന ഹബീബായ നബിതങ്ങള് ഖൈബറിലെ മുറഹിബ് രാജാവിലേക്ക് കത്തെഴുതുകയുമാണ്. ആ കത്തിൽ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ഓ മുറഹിബേ, അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കുക. അതിന് സാധ്യമല്ലെങ്കിൽ നീ ഖൈബർ വിട്ടുകൊണ്ട് പോകണം. അതിനും സാധ്യമല്ലെങ്കിൽ ഇതോടെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. മുറഹിബ് രാജാവ് ഇസ്ലാം മതം സ്വീകരിക്കുമോ? ആ കത്തിന് മറുപടി കൊടുക്കുമോ? അതോ ഹബീബായ നബിതങ്ങള് ഖൈബറിലേക്ക് പോകുമോ? ഇൻഷാ അല്ലാഹ് നാളെ ഞങ്ങൾക്ക് പാടുവാനും നിങ്ങൾക്ക് കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നലെ നമ്മൾ അവിടെ നിർത്തിയത് അല്ലേ? ഇൻഷാ അല്ലാഹ് ഇനി അതിന്റെ ബാക്കി ഭാഗം ഇതാ: പാറുപടി കൂറീത് വാസവാതിൽ ഉണ്ട് ഗായത്തമാരി കണ്ട് പാറുകളുള്ള സീതി കൊണ്ട് ഒത്തുടൻ വായിട്ട് പാലിലെ മറുപടി കൂറേറ്റ് മാഷമതി ഗായതമരി കണ്ട് പാറുകൾ പാറേണ്ട വീലുള്ള സേത്തി കൊണ്ട്